ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതിന് റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. പക്ഷേ കിട്ടുന്നവർക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള നമുക്ക് ഫുൾ വീഡിയോ കാണാൻ. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. ഈ സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. അതുപോലെ വിളിക്കുന്നൊന്നും ആരും വിചാരിക്കണ്ട. പിന്നെ ഇതിൽ ആദ്യം വേണ്ടത് നമുക്ക് കോഫി പൗഡറാണ്. കോഫി നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ബെസ്റ്റ്. ബാക്കി കോഫി പൗഡറിനേക്കാളും ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് ബ്രൂ കോഫിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ്. തൈര് നല്ല കട്ട തൈരാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 തുള്ളി ചെറുനാരങ്ങ നീര് വേണം. ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിലിട്ടാൽ ഫേസിന് കേടാണ്. പക്ഷേ ഇതുപോലെ ഫേസ് പാക്കുകളിലെല്ലാം ഇട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ വേണ്ടത് നല്ല പഴുത്ത തക്കാളിയുടെ നീര്, അതും കൂടി നമുക്ക് വേണം. ഇതെല്ലാം നല്ലൊരു ബ്ലീച്ചിങ് ഏജൻസ് എന്ന് വേണമെങ്കിൽ പറയുക. ഈ ലെമണിനെയും അതേപോലെ തന്നെ നമ്മുടെ ഈ തക്കാളീനെയെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലോണം ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നേരം 1 മന്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുക എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രബിങ് ഇഫക്റ്റും കൂടി അതിന് കിട്ടും. പക്ഷേ ഡെയിലി ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും പഞ്ചസാര യൂസ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം, അല്ല മാക്സിമം പോയാൽ ഒരു 2 പ്രാവശ്യം മാത്രമേ നമ്മൾ മുഖം സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ദോഷമാണ്. കാരണം നമ്മുടെ ഡെഡ് സെൽസ് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള നല്ല സെൽസും കൂടി അതില്ലാണ്ടാക്കും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് കേടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും ഫേസിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കഴുകിക്കളയാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. കഴുകുന്ന സമയത്തും ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആ സമയത്ത് മാത്രമേ ഉണ്ടാവൂ. ഒരു 24 അവേഴ്സ് മാത്രമേ നമ്മുടെ ഫേസിലേക്ക് അത് നിൽക്കൂ. പിന്നെ ആ ഒരു ഗ്ലോ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് ഇടയ്ക്കെല്ലാം ചെയ്ത് നോക്കണം. ഇടയ്ക്കെല്ലാം ചെയ്ത് നോക്കുക എന്നാണെങ്കിൽ ഇതൊരു പെർമനൻറ്റ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം ഇത് ഹോം മെയ്ഡ് ഫേസ് പാക്കുകളാണ്. ഇതിൽ നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാനും കുറച്ച് പണിയായിരിക്കും. ഒറ്റ യൂസിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എല്ലാം ഉണ്ടാവും. പക്ഷേ പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകൾ, അതായത് ഹോം മെയ്ഡ് ഫേസ് പാക്കുകൾ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ഫേസ് പാക്കെങ്കിലും നമ്മൾ മുഖത്തിന് സൂട്ടാകുന്നത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.